ഹായ് ഹലോ, എല്ലാവർക്കും അപ്പു സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. എനിക്ക് സ്ഥിരം തരുന്ന ഒരു കസ്റ്റമറായ ഒരു ചേച്ചിയുടെയാണ് ഇത്. ചേച്ചിയുടെ മകളുടെ ഡെലിവറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ചേച്ചി തയ്ക്കാൻ തന്നത്. 2 ഡ്രസ്സാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഓൾട്രേഷൻ വർക്കുണ്ട് ഇതിനകത്ത്. 2 ഡ്രസ്സ് ഒരാളുടെ തന്നെ ആയതുകൊണ്ട് ആദ്യം ഒരെണ്ണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ മുറിച്ചെടുത്ത പീസ് മറ്റതിൻ്റെ മേലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സാധാ ടോപ്പായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. സൈഡ് ഓപ്പൺ ആയിട്ട് സ്ലിറ്റിട്ട് സാധാ ടോപ്പായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പാൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് സ്ട്രെയിറ്റ് പാൻറ്റായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പാൻറ്റിൻ്റെ മേൽഭാഗം ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഒരാൾ തൻ്റെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ നമുക്ക് നൽകുന്നത് അവർക്ക് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഓരോ ടൈലറിൻ്റെയും വിജയം. ഒരു മെറ്റീരിയൽ കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അളവും അതിൻ്റെ ഡിസൈനും ഒക്കെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. നമ്മൾ ശ്രദ്ധയോടെ തുന്നുന്ന ഓരോ സ്റ്റിച്ചിങ്ങും ആ ഡ്രസ്സിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. ഇടയ്ക്കൊന്ന് വിരൽ മുറിഞ്ഞാലോ സൂചി കുത്തിക്കയറിയാലോ കഴുത്ത് വേദനിച്ചാലോ ആ ഡ്രസ്സ് തുന്നി കഴിയുമ്പോൾ കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ, അത് വിവരിക്കാനേ കഴിയുകയില്ല. അതുപോലെ ഓൾട്രേഷൻ വർക്ക് ആണെങ്കിൽ തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ എപ്പോഴും പാകമാകണമെന്നൊന്നും ഉണ്ടാവുകയില്ല. ചിലപ്പോൾ നമ്മൾ ഓൺലൈനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിയാൽ തന്നെ നമ്മളുടെ പാകത്തിനുണ്ടായിരിക്കണമെന്നില്ല. എന്നാലും ചെറിയൊരു മാറ്റത്തിലൂടെ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ നല്ല ആത്മവിശ്വാസത്തോടെ അത് ധരിക്കാൻ സാധിക്കും. അതിനുവേണ്ടി അവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മളെ ഈ വർക്കിലേക്ക് കൂടുതലായിട്ട് നമ്മളെ അടുപ്പിക്കുന്നതും പിന്നെ ചെയ്യാനുള്ള പ്രേരണ നൽകുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ കസ്റ്റമർ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന കുറച്ച് ഡ്രസ്സുകളും ഉണ്ടായിരുന്നു ഓൾട്രേഷൻ ചെയ്യാനേ. ചില ആൾക്കാർക്കൊരു വിചാരമുണ്ട്, ഈ തുന്നൽ പണി എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന്. ഇത്രയൊന്ന് തയ്ച്ചതല്ലേ ഉള്ളൂ, ഇതിനാണോ ഇത്രയും പൈസ? ഇതിന് ചെറിയൊരു ഓൾട്രേഷൻ വർക്ക് ചെയ്തതല്ലേ ഉള്ളൂ, ഇത്രയും പൈസ കൊടുക്കണോ? അതേ സമയത്ത് അവർ തുണി മേടിക്കുന്നതിന് വലിയ 1000-2000 രൂപയുടെ തുണി മേടിച്ചിട്ടായിരിക്കും. അതിനവർക്ക് ഒരു വിഷമം ഉണ്ടാകില്ല. എന്നാൽ തന്നെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ തയ്യൽക്കൂലി പറയുമ്പോഴത്തേനും അവർക്ക് എന്തൊരു വിഷമമായിരിക്കും എന്നറിയോ. എന്നാലും നമ്മളുടെ കഷ്ടപ്പാടും പ്രയത്നവും ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല. എല്ലാ പണിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇത് ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെന്ന്. എല്ലാവരും ഉദ്ദേശിച്ചല്ല കേട്ടോ ഞാനീ പറഞ്ഞത്. ചിലർക്കെങ്കിലും ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നവരുണ്ട് കേട്ടോ. തയ്യൽ ജോലി ഒരു പാഷനായി എടുക്കുന്നവരുമുണ്ട്. അതുകൂടാതെ തയ്യൽ ജോലി ഒരു വരുമാന മാർഗമായിട്ട് എടുക്കുന്നവരുമുണ്ട്. ഇവർക്കെന്താ തയ്യലാണോ ജോലി എന്നുള്ള രീതിയിൽ പുച്ഛത്തോടെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുമുണ്ട്. ഒരിടക്കാലത്ത് ഒരു 80-2000 വരെ ഏകദേശം തയ്യൽ ജോലിയെ അങ്ങനെ വലിയ ഒരു താഴ്ന്ന ജോലിയായിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരുമുണ്ട്. എന്നാലിപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഒക്കെ വന്നതോടെ തയ്യലിനെ കുറച്ചുകൂടി ഒരു വില കൽപ്പിക്കുന്നതായിട്ട് ഈ ഇടക്കാലത്തേക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വരെ ചിലപ്പോഴൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് വെറും തുണിക്കഷ്ണങ്ങളല്ല, മറിച്ച് കുറേ പ്രതീക്ഷകളാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു തലമുറ വളർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സ്റ്റിച്ചിങ് അറിയാവുന്ന ഓരോരുത്തരും നമ്മുടെ മുമ്പിൽ വരുന്ന തുണികളെ ശ്രദ്ധയോടെ നമ്മളുടെ മനസ്സിലെ ആശയങ്ങൾ കസ്റ്റമറുടെ ആഗ്രഹത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്കുകൾ മനോഹരമാക്കാനും നമ്മുടെ മനസ്സിന് നല്ല സംതൃപ്തിയും അതുവഴി നമുക്ക് കൂടുതൽ വർക്കുകൾ കിട്ടുന്നതിനും സഹായിക്കും. നമ്മൾ ചെയ്തെടുത്ത വർക്കുകൾ കംപ്ലീറ്റ് ആയതിനു ശേഷം അത് നന്നായി മടക്കി നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർ ആ പാക്കറ്റ് തുറക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി, അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഈ സ്നേഹവും പിന്തുണയുമാണ് അപ്പു സ്റ്റിച്ചിങ്ങിനെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ കാണുവാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്.